Question paper revision, chapter 9, Mechanical Properties of Solids, part 1. 2020 മാർച്ച് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. The Young's modulus rubberis. റബ്ബറിന്റെ യങ്സ് മോഡുലസ് എങ്ങനെയാണെന്നുള്ളതാണ്. ചോയ്സ് 3 തന്നിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ, ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ, ഈക്വൽ ടു ദാറ്റ് ഓഫ് സ്റ്റീൽ. അപ്പോൾ നമുക്കറിയാം സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ആണ്. അപ്പോൾ സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് ആണ് കൂടുതൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ആരുടെ കുറവായിരിക്കും? റബ്ബറിന്റെ കുറവായിരിക്കും. അപ്പോൾ ചോയ്സ് വരുന്നത് ഏതാണ്? ബി ആണ്, ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. Second question. Beam of different cross-sectional shapes are shown in figure. Why the beam B is using in construction of bridges? ഇപ്പോൾ രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ബി ഫിഗർ ആണ് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസിന് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് ആൻസർ ഇതാണ്. ദിസ് പ്രൊവൈഡ്സ് ലാർജ് ലോഡ് ബിയറിംഗ് സർഫസ് ആൻഡ് ഹൈ ഡെപ്ത്. അപ്പൊ ഇതിന്റെ ലോഡ് ബിയറിംഗ് സർഫസ് എന്താണ്? കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡെപ്ത് എന്താണ്? കൂടുതലാണ്. അപ്പൊ എന്ത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്? ബെൻഡിങ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എമൗണ്ട് ഓഫ് സാഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എമൗണ്ട് ഓഫ് സാഗ് കുറയ്ക്കാൻ ഡിയുടെ വാല്യൂ കൂട്ടിയാൽ മതി. അപ്പൊ ഡിയുടെ വാല്യൂ ഇവിടെ കൂടുതലാണ്. ടു റെഡ്യൂസ് വെയിറ്റ് ഓഫ് ദി ബീം വിത്തൗട്ട് റെഡ്യൂസിങ് സ്ട്രെങ്ത്. അപ്പൊ ഈ ഷേപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസസ് വെയിറ്റ് ഓഫ് ദി ബീം വിത്തൗട്ട് റെഡ്യൂസിങ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് കുറയാതെ അതിന്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ആ ഷേപ്പ് ബി ആണെങ്കിൽ. 2019 ഇംപ്രൂവ്മെന്റ് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. The stress strain graph of two materials A and B are shown below. താഴെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് രണ്ട് മെറ്റീരിയൽസിന്റെ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ദ ലോ വിച്ച് റിലേറ്റ്സ് സ്ട്രെസ് വിത്ത് സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും റിലേറ്റ് ചെയ്യുന്ന ലോ ഏതാണ്? നമുക്കറിയാം എന്താണ് ആൻസർ? ഹുക്സ് ലോ ആണ്. ഹുക്സ് ലോ പറയുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. Which of the two material has greater Young's modulus? ഇത് ഏത് മെറ്റീരിയലിനാണ് യങ്സ് മോഡുലസ് ഗ്രേറ്റർ ആയിട്ടുള്ളത്? അപ്പൊ നമുക്കറിയാം യങ്സ് മോഡുലസ് ആണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പൊ ഈ ഇതുവരെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഹുക്സ് ലോ ഒബേ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോർഷന്റെ ഉള്ളിലുള്ള ഭാഗത്തെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എടുക്കണം. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ സ്ട്രെയിനിന്റെ വാല്യൂ ഇതുവരെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ സ്ട്രെയിൻ കുറവാണ് ഇവിടെ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതുവരെയാണ് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നത്. ഇവിടെ ഇത്രയും ഏരിയ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ കൂടുതലാണ്. അപ്പൊ സ്ട്രെയിൻ കുറവുള്ളിടത്താണ് നമുക്ക് യങ്സ് മോഡുലസ് കൂടുതലായിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് ആൻസർ ഏതാണ്? എ ആണ്. ക്വസ്റ്റ്യൻ സി. വിച്ച് ഓഫ് ദി ടു മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ? ഡക്റ്റൈൽ ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഏരിയ കൂടുതലുള്ള ഭാഗമാണ് എന്താവുന്നത്? ഡക്റ്റൈൽ ആവുന്നത്. അപ്പൊ ഇവിടെ ഏരിയ കൂടുതലുള്ളത് ഏതിനാണ്? എക്കാണ്. ആൻസർ എ. അടുത്തത് 2019 മാർച്ചിൽ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ഫിഗർ ഷോസ് ദ സ്ട്രെയിൻ സ്ട്രെസ് കർവ് ഫോർ എ മെറ്റീരിയൽ. സ്ട്രെയിൻ സ്ട്രെസ് കർവ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ യങ്സ് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ? അപ്പൊ യങ്സ് മോഡുലസ് എത്ര എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ സ്ട്രെസ് ബൈ സ്ട്രെയിൻ കണ്ടാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പോർഷൻ ഈ പോയിന്റ് വരെ. ഈ പോയിന്റിലുള്ള സ്ട്രെസ് എത്രയാണ് വരുന്നത്? നമുക്കറിയാം ഇതാണ് വരുന്നത് 150 ആണ്. ഇവിടെ 0 ആണ്. അപ്പൊ 150 മൈനസ് 0 എന്ന് വന്നു ഇൻറ്റു 10⁶. അതുപോലെ തന്നെ ഈ പോയിന്റിലുള്ള സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അപ്പൊ 0.002 മൈനസ് 0 എന്ന് വരും. അപ്പൊ നമുക്ക് നോക്കാം. യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത് 150 മൈനസ് 0 ഇൻറ്റു 10⁶ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ 10⁶ ഡിവൈഡഡ് ബൈ ഇതേ മൈനസ് 0 ആണ് വരുന്നത്. 0.002 മൈനസ് 0. അപ്പൊ 150 ഇൻറ്റു 10⁶. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു മാത്രം. 2 ഇൻറ്റു 10⁻³ എന്ന് നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? y ഈസ് ഈക്വൽ ടു 75 ഇൻറ്റു 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അടുത്തത് യങ്സ് മോഡുലസ് of aluminium is 70 into 10⁹ Newton per meter square and that of copper is 120 into 10⁹ Newton per meter square. അപ്പൊ രണ്ടിന്റെ അലുമിനിയത്തിന്റെയും അതുപോലെ തന്നെ കോപ്പറിന്റെ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. അതിൽ കോപ്പറിന്റെ ആണ് വലുത്. സെയിം സ്ട്രെയിൻ ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഓൺ അലൂമിനിയം വയർ ആൻഡ് കോപ്പർ വയർ ഓഫ് ഈക്വൽ ക്രോസ് സെക്ഷൻ. അപ്പൊ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈക്വൽ ആണ്. എന്നാൽ റേഡിയസ് സെയിം ആണ്. അതുപോലെ തന്നെ സെയിം സ്ട്രെയിനും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
വിച്ച് വയർ റിക്വയേഴ്സ് മോർ ഫോഴ്സ്, ഏത് വയറിനാണ് കൂടുതൽ ഫോഴ്സ് ആവശ്യമായി വരിക എന്നുള്ളത്. ഇവിടെ യങ്സ് മോഡുലസ് കൂടുതലുള്ളതിനാണ് വരിക, കോപ്പറിനാണ് വരുന്നത്. കാരണം കോപ്പറിനാണ് യങ്സ് മോഡുലസ് കൂടുതലുള്ളത്. ഇനി നമുക്ക് എങ്ങനെ നോക്കാം അത്. യങ്സ് മോഡുലസ് കാണാനുള്ള ഫോർമുല ഇതാണ്, FL/A ഇൻറ്റു ഡെൽറ്റ എൽ ആണ്. ഇതിൽ നിന്ന് F ഈസ് ഈക്വൽ ടു നമുക്കറിയാം YA ഇൻറ്റു ഡെൽറ്റ L/L. ഇനി നമുക്കറിയാം സ്ട്രെയിന് ഡെൽറ്റ L/L, അതുപോലെ തന്നെ ഏരിയ സെയിം ആണ്. അപ്പൊ ഇവിടെ ഡെൽറ്റ L/L ഏരിയയും സെയിം ആണ്. ഇനി Y ആർക്ക് കൂടുതലാണ്? കോപ്പറിന് Y കൂടുതലാണ് ദാൻ അലുമിനിയം. അപ്പോൾ F കൂടുതൽ ആർക്കായിരിക്കും? കോപ്പറിനായിരിക്കും. സോ F ഓഫ് കോപ്പർ ഈസ് ഗ്രേറ്റർ ദാൻ F ഓഫ് അലുമിനിയം. അതുകൊണ്ടാണ് കോപ്പർ ആൻസർ വന്നത്. അടുത്തത്, the stress required to double the length of a wire of Young's modulus Y is. Young's modulus Y ഉള്ള ഒരു വയറിന്റെ സ്ട്രെസ് ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട്, വയറിന്റെ ലെങ്ത് ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രെസ് എത്രയെന്നുള്ളതാണ്. അപ്പോൾ 4 ചോയ്സ് വന്നിട്ട് ആൻസർ Y ആണ്. എങ്ങനെ വന്നോ നോക്കാം. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇവിടെ സ്ട്രെയിൻ കാണുക ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് എത്രയായിട്ടാ ഡബിൾ ആയിട്ടാ മാറുന്നത് എന്ന് പറഞ്ഞാൽ 2L ആയിട്ട് മാറി. അതിന്റെ ഒറിജിനൽ ലെങ്ത് അല്ലേ എത്രയാണ്? അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2L മൈനസ് L ആണ്, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് L. അപ്പോൾ L/L എന്ന് പറയുമ്പോൾ സ്ട്രെയിൻ എത്ര വന്നത്? 1 ആണ് വന്നത്. ഇനി നമ്മൾ യങ്സ് മോഡുലസ് കാണുന്നു, സ്ട്രെസ് ബൈ 1 വന്നു, ഇസ് ഈക്വൽ ടു സ്ട്രെസ് ആണ്. അപ്പൊ സ്ട്രെസ് എന്തിന് ഈക്വൽ ആണ്? യങ്സ് മോഡുലസിന് ഈക്വൽ ആണ്. യങ്സ് മോഡുലസ് എത്ര തന്നിട്ടുള്ളത്? Y ആണ്. അപ്പൊ നമ്മുടെ ആൻസർ അങ്ങനെയാണ് Y ആയത്. അടുത്തത്, എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 1.5 മീറ്റർ and diameter 0.25 centimeter is loaded with force 98 Newton. അപ്പോൾ വയറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ റേഡിയസ് കാണാം, ഫോഴ്സ് തന്നിട്ടുണ്ട്. ഇനി ദ ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദി വയർ ഈസ് 1.5 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ. അതായത് അതിന്റെ ഡെൽറ്റ L ചേഞ്ച് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ടെൻസിൽ സ്ട്രെസ്. ടെൻസിൽ സ്ട്രെസ് കാണണം. അതുപോലെ തന്നെ ആൻഡ് ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ചേഞ്ച് സ്ട്രെയിനും കാണണം. അപ്പൊ ഇവിടെ തന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി. ഫോഴ്സ് എത്രയാണ് വരുന്നത്? ഫോഴ്സ് തന്നത് എത്രയാണ്? 98 ന്യൂട്ടൺ ആണ് ഫോഴ്സ് തന്നിട്ടുള്ളത്, അത് നമ്മൾ എഴുതി. ലെങ്ത് ഓഫ് ദി വയർ എത്രയാണ്? 1.5 മീറ്റർ, അത് എഴുതി. ഇനി ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.25 ആണ്, അത്രയും സെന്റിമീറ്റർ. അപ്പൊ റേഡിയസ് എന്ന ഡയമീറ്ററിന്റെ പകുതിയാണ്. അപ്പോൾ 0.125 സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇൻക്രീസ് ഇൻ ലെങ്ത്, അതായത് ഡെൽറ്റ എല്ലിന്റെ വാല്യൂ തന്നിട്ട് എത്രയാണ്? 1.5 ഇൻറ്റു 10⁻⁴, അത് എഴുതി. ഇനി നമുക്ക് സ്ട്രെസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടെൻസിൽ സ്ട്രെസ് കാണാനുള്ള ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ ആണ്. വയറിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല πr² ആണ്. ഫോഴ്സ് തന്നിട്ട് 98 ഡിവൈഡഡ് പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു ആറിന്റെ വാല്യൂ വന്നാൽ 0.125 ഇൻറ്റു 10⁻² വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1.997 ഇൻറ്റു 10⁻⁻7 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, അതായത് സ്ട്രെയിൻ ആണ്. ഡെൽറ്റ L/L. ഡെൽറ്റ എല്ലിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ട് എത്രയാണ്? 1.5 ഇൻറ്റു 10⁻⁴, അത് എഴുതി. എല്ലിന്റെ വാല്യൂ തന്നിട്ട് എത്രയാണ്? 1.5 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 10⁻⁴.